കുറഞ്ഞ നികുതി ഘടനയിൽ വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്യാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കോൺഗ്രസിൽ ഒറ്റപ്പെടുകയാണ്. മുൻ സർക്കാരിന്റെ നയം തുടരുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്നാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്ന പ്രശ്നം. എക്സൈസ് മന്ത്രി എം ലിജു മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് അതൃപ്തി അറിയിച്ചതോടെ തീരുമാനത്തിൽ യു ടേണിനും സാധ്യതയുണ്ട്. വിഷയം നിയമസഭയ്ക്ക് അകത്തും പുറത്തും രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ അകറ്റി എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുകയാണ്. എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഇനി കോൺഗ്രസ് ഒരുങ്ങുക? ഇനി തീരുമാനത്തിൽ മുഖ്യമന്ത്രി പുനർവിചിന്തനം നടത്തുവോ? ഗുഡ് മോർണിംഗ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന കുറച്ചത് കോൺഗ്രസിനകത്താണ് ഏറ്റവും കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെ എടുത്ത തീരുമാനം എന്ന നിലയ്ക്കാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതിന്റെ അതൃപ്തി സൂചിപ്പിക്കുന്ന വിധം ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ എക്സൈസ് മന്ത്രി എം ലിജു പ്രതികരണം നടത്തിയിരുന്നു. ഇന്നലെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആശങ്കകളുണ്ട്, പാർട്ടി ആശങ്കകളുള്ള വിഷയങ്ങൾ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ചർച്ച ചെയ്യണമെന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസം ഇതുമായി ബന്ധപ്പെട്ട് പുകയുന്നു എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇന്നലെ നിയമസഭയിൽ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച മാത്യു കുഴൽനാടനും സർക്കാരിനെ ബാധിച്ച രണ്ട് പ്രധാന വിവാദങ്ങൾ എന്ന ആമുഖത്തോടെയാണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന കുറച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ വിശദീകരിച്ചത്, അതിനെപ്പറ്റി പ്രതിപാദിച്ചത്. അപ്പോൾ ഇതൊരു വിവാദ വിഷയമാണ് എന്നൊരു ബോധ്യം കോൺഗ്രസിനകത്തുണ്ട്, UDF-നകത്തുണ്ട്. അത് പല വിധത്തിലുള്ള സമുദായങ്ങളെ, പ്രത്യേകിച്ചും കത്തോലിക്ക സഭ, അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ന്യൂനപക്ഷ സംഘടനകൾ തുടങ്ങിയവരെയൊക്കെ അകറ്റി എന്നുള്ള വിലയിരുത്തലുമുണ്ട്. എന്നാൽ LDF-ന്റെ കാലത്ത് മദ്യനയവുമായി ബന്ധപ്പെട്ട് ഉദാരമായ സമീപനങ്ങൾ സ്വീകരിച്ചപ്പോഴൊന്നും ഈ KCBC-യോ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷ സംഘടനകളോ കാര്യമായ പ്രതിഷേധം ഉയർത്തിയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരും കോൺഗ്രസിനകത്തുണ്ട്. അതിൽ കുറച്ച് വസ്തുതയുമുണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാ ജാതി മത സാമുദായിക സംഘടനകളെയും ഒരുപോലെ പരിഗണിക്കുന്ന കോൺഗ്രസിന് അത്തരത്തിൽ അവഗണിച്ചു പോകാൻ കഴിയില്ല എന്ന അഭിപ്രായവും ശക്തമാണ്. ഇത്തരത്തിൽ നാനാവിധമായ തരത്തിലുള്ള ചർച്ചകൾ കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. നിയമസഭയിലെ ബജറ്റ് ചർച്ച ഇന്ന് രണ്ടാം ദിവസമാണ്. അപ്പോൾ നാളെയാണ് ബജറ്റ് ചർച്ച സമാപിക്കുന്നത്. അപ്പോൾ നിശ്ചയമായും ധനവകുപ്പിന് ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഈ ചർച്ചകൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. അപ്പോൾ ഇതുവരെ മൗനം പാലിച്ചിരിക്കുന്ന ഈ വിവാദത്തിൽ, അതായത് നികുതി ഘടന കുറച്ചതുമായി ബന്ധപ്പെട്ട വിവാദം മൂർച്ഛിക്കുമ്പോഴും മുഖ്യമന്ത്രി വി ഡി സതീശൻ പൂർണ്ണമായും മൗനത്തിലാണ്. അദ്ദേഹം നാളെ മറുപടി പറയാൻ നിർബന്ധിതനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ് എന്ന കാര്യമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ തുടങ്ങി വെച്ച ചില കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നികുതി ഘടന നിശ്ചയിക്കുക മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഇക്കാര്യത്തിൽ സവിശേഷമായ ഒരു താല്പര്യവും മുഖ്യമന്ത്രി കാട്ടിയിട്ടില്ല എന്നുള്ള ന്യായീകരണവും സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഓക്കെ, ആർ ശ്രീജിത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സഭയിൽ ബജറ്റ് ചർച്ചകൾ മറുപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മറുപടി പ്രശ്നത്തിൽ ചിലപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കുമോ, അതിൽ നിന്നൊരു തിരുത്തലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, നേരത്തെ ശ്രീജിത്ത് പറയുന്നത് പോലെ വലിയ എതിർപ്പ് ആ വിഷയത്തിൽ കോൺഗ്രസിനകത്തും പുറത്തൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം ഇങ്ങോട്ടേക്ക് വരുന്നതിലോ അല്ലെങ്കിൽ ഇപ്പം മദ്യവ്യാപനത്തെ പറ്റി ആശങ്കയൊക്കെ ഉണ്ടെങ്കിലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുകയും പെട്ടെന്ന് വരുമ്പോൾ ആ നിലപാട് മാറ്റുകയും ചെയ്യുന്നുള്ള പ്രശ്നം കോൺഗ്രസിനകത്തെ ഉള്ള ആൾക്കാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.